ഇന്നലെ വരെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ് നടന്ന സഖാക്കളെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് മുഹമ്മദ് കുട്ടി നീ ഒരു ബൂർഷ്വാസി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇന്നലെ നമ്മുടെ മമ്മൂട്ടി വയനാട്ടിലെ പുതിയ വീടുകൾ സന്ദർശിക്കാൻ പോവുകയും ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏതുവരെ എത്തിയെന്ന് വിലയിരുത്തുകയും ചെയ്തു. ആ സമയത്ത് കുറച്ച് സഖാക്കളൊപ്പം കൂടുകയും അത് നമ്മുടെ മമ്മൂട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും ഇതൊരു പാർട്ടി പരിപാടിയാണ്, അല്ലെങ്കിൽ പാർട്ടി ക്ഷണിച്ചത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ വരണ്ട എന്ന് മമ്മൂട്ടി എടുത്തു പറഞ്ഞു. ഇത് നമ്മുടെ സഖാക്കൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുമാത്രമല്ല, ഇതിന് ശേഷം മീഡിയാസിനെ കണ്ട മമ്മൂട്ടി ഇത് ജനങ്ങളുടെ വിജയമാണ്, അല്ലാതെ ഇതൊരു സർക്കാരിൻ്റെ വിജയമല്ല, ജനങ്ങൾ കൊടുത്ത ഓരോ രൂപ കൊണ്ടുമാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചത്, അതൊരു നല്ല കാര്യമാണെന്നൊക്കെ മമ്മൂട്ടി എടുത്തു പറഞ്ഞു. സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞതുമില്ല. ഇത് നമ്മുടെ സഖാക്കളെ നല്ല രീതിയിൽ രോക്ഷാകുലരാക്കി. അതിനുശേഷം നമ്മുടെ മമ്മൂട്ടിയെ രാത്രി കൊണ്ട് തന്നെ സൈബർ അറ്റാക്കിന് അങ്ങ് ഇട്ടുകൊടുത്തു. മമ്മൂട്ടിക്ക് ഇന്നലെ പൂര സൈബർ അറ്റാക്കായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ മമ്മൂട്ടിക്ക് സഖാക്കൾ എന്താണെന്ന് നല്ല വ്യക്തമായി തന്നെ മനസ്സിലായി. ഒരാളോട് എന്തെങ്കിലും രീതിയിലൊരു വ്യക്തിവിരോധം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തും, ഇല്ലെങ്കിൽ അവരുടെ വീടിന് നേരെ ബോംബെറിയും. ഇതാണ് നമ്മുടെ സഖാക്കളുടെ പ്രധാനപ്പെട്ട ഹോബികൾ. എന്തായാലും ഇന്നലെ കൊണ്ട് തന്നെ നമ്മുടെ മമ്മൂട്ടിക്ക് സഖാക്കളുടെ ശരിയായ പ്രവർത്തന രീതി എന്താണെന്നുള്ള മനസ്സിലായി. സിനിമാ മേഖലയിൽ നിന്ന് ഇനി ആരെങ്കിലും വയനാട് സന്ദർശിക്കാൻ വരുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം മമ്മൂട്ടിക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് കണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഇത്തരമൊരു നിസ്സാര കാര്യത്തിനാണോ മമ്മൂട്ടി ഇമ്മാതിരി സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തത്? എന്തായാലും മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ? ജനങ്ങൾ പിരിച്ചു കൊടുത്ത പൈസയിൽ നിന്നല്ലേ അവിടെ വീടുകളുണ്ടായത്, അല്ലാതെ സർക്കാരിൻ്റെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു MLA യുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന ഒരു കാശുമല്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും നിർമ്മിച്ചത്. അതുമാത്രമല്ല, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതിൻ്റെ പകുതി പോലും ഇവിടെ ചിലവാക്കിയിട്ടുമില്ല. അത്രയും ഹ്യൂജ് എമൗണ്ടാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത്. അപ്പം മമ്മൂട്ടി ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മമ്മൂട്ടി അത് പറയേണ്ടതാണ്. അല്ലാതെ മറ്റു മന്ത്രിമാരെയോ മറ്റു MLA മാരെ പോലെ ഇത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്, ഗവൺമെൻറ് നേരിട്ട് ജനങ്ങൾക്ക് കൊടുത്തൊരു പദ്ധതിയാണ് എന്ന രീതിയിലൊന്നും വളച്ചൊടിച്ച് ഇതിനെ ഇലക്ഷന് ഉപയോഗിക്കാമെന്നൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്രയും നാൾ സഖാക്കൾ വിചാരിച്ചത് ഇതിനെ അവർക്ക് ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കാനൊരു തന്ത്രമായിട്ടാണ്. എന്തായാലും ആ ഒരു പരിപാടി പാളിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ സംഭവം എന്താണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കുറച്ച് സൈബർ അറ്റാക്ക് കിട്ടിയാലും ജനങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായൊരു ബോധ്യം ഇന്നലെ തന്നെ ഉണ്ടായി. അതുമാത്രമല്ല, ഈ 2026 സഖാക്കൾക്ക് ഒരു മാറ്റവുമില്ലല്ലോ. ഒരാളോട് വ്യക്തിപരമായി എന്തെങ്കിലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഇമ്മാതിരിയാണോ പെരുമാറുന്നത്? അല്ലെങ്കിൽ അവർ നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ആ പ്രവണത ഇതുവരെയായിട്ട് മാറിയിട്ടില്ലേ? ഇപ്പോഴും സഖാക്കൾക്ക് 2026 എന്നൊരു തോന്നൽ വന്നിട്ടില്ല. പണ്ടത്തെ അതേ രാഷ്ട്രീയ മുറയാണ് ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഇനിയെങ്കിലും സഖാക്കൾക്ക് ഇത്തിരിയെങ്കിലും വിവരം വയ്ക്കട്ടെ.